വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു 1.25 ലക്ഷം രൂപയ്ക്ക് ഞങ്ങൾ തീർത്തു. 1.25 ലക്ഷം രൂപയ്ക്ക് ഹോൾ തിയേറ്റർ സ്പീക്കർ എല്ലാം അടക്കാം. അതായത് ഇത് പിന്നെ ഡൽഹിന്ന് കൊണ്ടുവന്നൊരു പിന്നെ മറ്റേ എക്കോ ഇത് കട്ട് ചെയ്യുന്ന ഫോം അത് മൊത്തം ഒട്ടിച്ചു. ഞങ്ങൾ സ്വന്തം പണിത് ഞങ്ങൾ തിയേറ്റർ കാണിച്ചു തരാം. യെസ് കമാൻ. ഇതാണ് ആക്ച്വലി ഭയങ്കര പൈസ കൂടിയിട്ട് ചെയ്യാന്ന് പറഞ്ഞ സംഭവമായിരുന്നു. പക്ഷെ ഇത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു 1.25 ലക്ഷം രൂപയ്ക്ക് ഞങ്ങൾ തീർത്തു. 1.25 ലക്ഷം രൂപയ്ക്ക് ഹോൾ തിയേറ്റർ സ്പീക്കർ എല്ലാം അടക്കാം. അതായത് ഇത് പിന്നെ ഡൽഹിന്ന് കൊണ്ടുവന്നൊരു പിന്നെ മറ്റേ എക്കോ ഇത് കട്ട് ചെയ്യുന്ന ഫോം അത് മൊത്തം ഒട്ടിച്ചു. പിന്നെ 32,000 രൂപ ഉള്ളൂ ഈ കാണുന്ന യമഹയുടെ റിസീവറിന്. അത് 32,000 രൂപയ്ക്ക് ആമസോണിൽ കിട്ടും 5.1. അത്രേ ഉള്ളൂ. അതിന്റെ അടുത്ത് തന്നെ എല്ലാം കിട്ടും. പിന്നെ ഇതിന് 22,000 രൂപ ആ പ്രൊജക്ടിന്. ബൊറോസോ എന്ന് പറഞ്ഞ കമ്പനി ഏറ്റവും ചാത്തനിൽ ഏറ്റവും നല്ല ക്വാളിറ്റി നൽകുന്ന സാധനം. സ്ക്രീൻ ഒട്ടിച്ചാക്കുന്നല്ലേ? ഇതൊരു ഒട്ടിച്ചാക്കുന്ന ഒരു സാധനം. സ്ക്രീൻ തന്നെ ഇത് ഒട്ടിച്ചെടുത്താക്കുന്ന. ഓക്കേ ഞാൻ പക്ഷെ നമ്മളെല്ലാരും വിചാരിക്കില്ലേ വീട്ടിലേക്ക് തിയേറ്റർ വേണം. പക്ഷെ ഇത് 1.25 ലക്ഷം രൂപയ്ക്ക് സ്വന്തം ചെയ്തുകൊണ്ട് നമുക്ക് വേണമെന്ന് താല്പര്യം നമുക്ക് സ്വന്തം ചെയ്യാവുന്ന കേസുള്ളൂ. ആ എ സി ഒക്കെ ബിസ്മിന്ന് 26,000 രൂപയ്ക്ക് മേടിച്ചാ 1.5 ടൺ. അത്രേ ഉള്ളൂ. എനിക്ക് ഇനി ഇവിടുത്തെ സിസ്റ്റം ഞങ്ങൾ ആദ്യമായിട്ടാണ് ഒരു ഇന്റർവ്യൂല്. തീർച്ചയായും കളിക്കാം. ഞാൻ മൂത്ത് നിൽക്കുക. വേഗം പറ. അപ്പൊ നമ്മുടെ ഈ ബുൾജെറ്റ് യൂട്യൂബിൽ ആദ്യമായി വിജയുടെ ഒരു പാട്ടിന് ഡാൻസ് കളിക്കണം. ഞാൻ കളിക്കൂല. ഞങ്ങൾ ഞങ്ങളുടെ ചാനലിലെ കളിക്കുള്ളൂ. ഇല്ല വില പോവും. ഞങ്ങൾ പാട്ടിട്ടൊന്നില്ലേ ഡാൻസ് കളിച്ചോടെ? ഇല്ല ഇച്ചിരി തലക്കനുള്ള ആൾക്കാരാണ്. അപ്പൊ 2 സ്റ്റെപ്പ്. 2 സ്റ്റെപ്പ്. അത് 10 പ്രാവശ്യം കളിച്ചിരിക്കുന്നത്. നാണോ ചേച്ചി? അതുകൊണ്ടാ. വേറൊരു കേസ് ഞാൻ പറയാൻ മറന്നുപോയി. 27 വയസ്സുണ്ട്. ഞാൻ ഈ ചേച്ചിനെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ഞങ്ങളുടെ ഒക്കെ ഒപ്പമുള്ള ഏജ് ആയിരിക്കും എന്നാണ്. പക്ഷെ പക്ഷെ ഇപ്പോഴാണ് മനസ്സിലായ വളരെ പ്രായം കുറവ്. 2000 മോഡൽ ആളാണ്. അതായത് 24 ഏജേ ഉള്ളൂ. അപ്പൊ എന്നെ ചേച്ചിയിൽ നിന്ന് വിളിക്കരുതെന്ന് പറഞ്ഞു. അതൊക്കെ നിക്കട്ടെ. എനിക്ക് വേറെ കാണിച്ചൊക്കെയുണ്ട്. എന്റെ വയസ്സ് എന്റെ പ്രായം അതൊക്കെ അനിയന് പ്രായം കയറി വരികയാണല്ലോ. അനിയനെ കൊണ്ട് കല്യാണം അനിയന് അടുത്ത സീസണിൽ കല്യാണം കഴിയും. ഈ സീസൺ അത്ര ശരിയല്ല. ഈ സീസണിലുള്ള കല്യാണം അത്ര ശരിയല്ല എന്നാണ് ഞങ്ങളുടെ പൂജാരി പറഞ്ഞിരിക്കുന്നത്. അത് ഞങ്ങള് വാസ്തുവൊക്കെ നോക്കുന്ന ആൾക്കാരാ. അപ്പൊ ഞങ്ങൾ അതെ അതുകൊണ്ട് അടുത്ത സീസണാണ് നമുക്ക് പറ്റിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവന് പറ്റിയ വധു അടുത്ത സീസണിലാണ് വരിക. അതാകുമ്പോ ധനലാഭം അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും. സത്യം 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 സത്യം. ഞങ്ങൾ സിംഗിളാ എന്ന് വിചാരിച്ച് ഡബിൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അല്ല പറയട്ടെ. അതായത് ഞങ്ങൾ കല്യാണം കഴിക്കുമ്പോൾ സംഭവങ്ങളൊക്കെ നോക്കും. അപ്പൊ ഇവന്റെ ഇതെന്ന് പറഞ്ഞിരിക്കുന്നില്ല അടുത്ത സീസണിലാണ് ഇവന്റെ കല്യാണം പറഞ്ഞിരിക്കുന്നത്. അപ്പാണ് ഇവന് പറ്റിയ വധു. അതായത് കലഹമില്ലാതെ നല്ലൊരു കാമിനീനെ കിട്ടുള്ളൂ. ഞാൻ സീസൺ നോക്കി. അത് സത്യം. നിങ്ങൾ നോക്കൂല? ഞാൻ നോക്കിയിട്ടില്ല. സിംഗിൾ ആണ്. അപ്പൊ എങ്ങനത്തെ പെൺകുട്ടീനെ വേണമെന്നാണ് ആഗ്രഹം? ഇവന്റെ കയ്യിൽ ഒരു കമ്പി ഉള്ളത് കൊണ്ട് ഇവന് കമ്പിയുള്ള ഒരാളെ കിട്ടിയാൽ കൊള്ളാം. ആ സത്യം. ഇവന്റെ ഉള്ളിൽ കമ്പിയാ.